ഏകദേശം 99% SIR പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവായത് 1-2 25 ലക്ഷം പേരാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ 25 ലക്ഷം പേരിൽ എത്ര പേർ ഇതിനു മുൻപ് വോട്ടിട്ടിട്ടുണ്ടായിരുന്നു? എന്നാൽ ഇവരൊന്നും വോട്ടർമാരല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നെങ്കിൽ, അവർ സജീവ വോട്ടർമാരല്ല എന്ന് സ്ഥാപിക്കുന്നെങ്കിൽ അവരുടെ വോട്ട് ആരായിരുന്നു ഇതിനു മുൻപിട്ടത്? 2 തലത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ബീഹാറിന് പിന്നാലെയാണ് സമഗ്ര വോട്ടർ പരിഷ്കരണ വിവാദം കേരളത്തിലുണ്ടായിരിക്കുന്നത്. SIR നടപടിക്രമങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പൂർത്തീകരിക്കും. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക എടുത്താണ് ഇപ്പോഴത്തെ ഈ പരിഷ്കരണം നടത്തിയിരിക്കുന്നത്. എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് 25 ലക്ഷത്തോളം ആളുകളെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ 2,78,59,855 വോട്ടർമാരാണ്, 2.25 കോടി വോട്ടർമാരാണ് ഒക്ടോബറിൽ ഉണ്ടായിരുന്നത്. ഈ 2.25 കോടിയിൽ നിന്നാണ് 25 ലക്ഷം പേരെ നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുകയാണ്. കാരണം 1-2 വോട്ടല്ല, 25 ലക്ഷത്തോളം വോട്ട്. പല ഗതിവിഗതികളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള തരത്തിലേക്ക് ഇത് മാറും. ഇതിനു മുൻപ് വിജയിച്ച പലരും ഇനി പരാജയപ്പെടും. ഇതുവരെ വിജയിക്കാത്ത പലരും ഒരുപക്ഷെ ജയിച്ചെന്ന് വരും. അതിന് പിന്നാലെയാണ് ഈ എതിർപ്പ്, അതിശക്തമായ എതിർപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. 99.96% എന്യൂമറേഷൻ ഫോമുകൾ തിരികെ കിട്ടിയിട്ടുണ്ട്. അതിൽ 99.77% ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഈ വിവരം നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിപ്പോയവർ, മറ്റ് സ്ഥലത്തേക്ക് പേര് ചേർത്തവർ, മറ്റ് കാരണങ്ങൾ കൊണ്ട് പട്ടികയിൽ ഉൾപ്പെടാത്തവരൊക്കെ ഈ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുകയാണ്. എന്നാൽ നിലവിൽ ഇതിനോട് വിമുഖത കാട്ടുന്ന നിരവധി ആളുകളുണ്ടെന്നുള്ള പരാതി പുറത്തു വന്നു. BLOമാരെ ശക്തമായി വിമർശിക്കുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്, ആക്രമിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടാതെ പോയിരിക്കാം എന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും ഇനി മുന്നോട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. തർക്കമുള്ളവർക്ക് അവരുടെ രേഖകൾ ഹാജരാക്കി വോട്ടർമാരായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കാൻ സാധിക്കും. വോട്ട് ഉൾപ്പെടുത്താനുള്ള ഒരവസരം അവർക്ക് ലഭ്യമാകും. അതിനുള്ള അവസരം കൃത്യമായി വിനിയോഗിക്കണമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഖേൽക്കർ പറയുന്നത്. അങ്ങനെ 25 ലക്ഷം എന്നുള്ളത് കുറയ്ക്കാനായി നമുക്ക് കഴിയും. കണക്കുകളിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ലാത്ത നടപടിയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി പലരെയും ഉൾപ്പെടുത്താതിരിക്കാനുള്ള ഒരു നയമായി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് SIR നടപടികളുടെ കാലാവധി ഇനിയും നീട്ടണം. അതല്ലാതെ മറ്റു മാർഗം നമുക്ക് മുന്നിലില്ല. ഇതിൽ പലരുടെയും വോട്ടവകാശം നഷ്ടമായിരിക്കുന്നു, അത് അപഹരിക്കുന്ന ഒരു നടപടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആരോപണം. ഡിസംബർ 15 വരെയുള്ള കണക്കനുസരിച്ച് 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിലെ 6,44,547 പേർ മരിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിലെന്തായിരുന്നാലും മറ്റൊരു ക്ലെയിമിലേക്ക് കടക്കാൻ സാധ്യതയില്ല. ഈ 6.5 ലക്ഷം ആളുകൾ ഇല്ലാതായിരിക്കും. ഇനി കണ്ടെത്താൻ സാധിക്കാത്തവരായി 7,11,958 പേരുണ്ട്. ഇനി സ്ഥിരതാമസം മാറിയവർ നിരവധി ആളുകൾ, 8,19,000 ആളുകൾ. ഇനി വോട്ടർ പട്ടികയിൽ ഒന്നിലധികം പേര് ചേർത്തവരുണ്ട്, ഒന്നിലധികം ഉൾപ്പെട്ടവരുണ്ട്. അത് ഏകദേശം 1,31,530 പേർ. ഇനി ഇതൊന്നുമല്ലാതെ മറ്റു കാരണങ്ങളാൽ 1,93,631 പേരുണ്ട്, 2 ലക്ഷത്തിനടുത്ത ആളുകൾ. അങ്ങനെ ആകെ 25,112 വോട്ടർമാരാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാകാനായി പോകുന്നത്. എന്നാൽ ന്യായമായൊരു ചോദ്യം ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. മരണപ്പെട്ടവർ ശരി, ഒന്നിലധികം പേര് ചേർത്തവർ ശരി, അതുകൂടാതെ താമസം മാറിയവരും ഇനി മറ്റുള്ളവരായി ഉൾപ്പെടുന്നവരും കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയാതെ വരുന്നവരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർ വോട്ടർമാരല്ലേ? അവർ ഒരുപക്ഷെ കൃത്യസമയത്ത് വിവരങ്ങൾ ബോധിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുറത്തു നിൽക്കുന്നതാണെങ്കിലോ അവരുടെ സമ്മതിദാന അവകാശമല്ലേ ഇത്തരത്തിൽ കവർന്നെടുക്കുന്നത് എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുന്നത്. 4,36,857 വോട്ടർമാരാണ് ഇവിടെ നിന്നും ഒഴിവായിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും. തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മാറുന്നത്. കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2024 ഏകദേശം 14 ലക്ഷത്തിലധികം രജിസ്റ്റേർഡ് വോട്ടർമാരുണ്ടായിരുന്നു.
ശ്രദ്ധിക്കുക, 14 ലക്ഷത്തിലധികം. അതിൽ 4 ലക്ഷത്തോളം വോട്ടർമാരെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കാസർഗോഡ് 63,114 വോട്ടർമാരും, വയനാട്ടിൽ 37,422 വോട്ടർമാരും, കൊല്ലത്ത് 1,68,18, മലപ്പുറം 1,79,673, പാലക്കാട് 2 ലക്ഷം, തൃശ്ശൂർ 2.5 ലക്ഷം, എറണാകുളം 3,34,962, ഇടുക്കിയിൽ 1,28,333, കോഴിക്കോട് 1,94,558, പത്തനംതിട്ടയിൽ 1,09,48, ആലപ്പുഴയിൽ 1,44,000, കോട്ടയത്ത് 1,66,000, കണ്ണൂരിൽ 89,932 എന്നിങ്ങനെയാണ് ഒഴിവായവരുടെ കണക്ക്. ഏറ്റവും കുറവ് കാസർഗോഡും വയനാടുമാണ്. ഏറ്റവും കൂടുതലാകട്ടെ തിരുവനന്തപുരവും കൊല്ലവും, അതുപോലെ തന്നെ തൃശ്ശൂരും എറണാകുളവും. ഇത്തരത്തിൽ നിരവധി ആളുകളെ നഷ്ടമാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനവിധിയിലുണ്ടാകുന്ന മാറ്റം? പ്രത്യേകിച്ചും വോട്ട് വീഴുമ്പോൾ ഇതുവരെ ജയസാധ്യത കൽപ്പിച്ച പലർക്കും പല രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് കരട് പട്ടികയിൽ ഇവരുടെ പേരില്ല എന്ന് വെച്ച് ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നല്ല. ഇതിലാരെങ്കിലും വോട്ടർമാരുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ന്യായമായ രീതിയിൽ വോട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അനുബന്ധ പട്ടികയായി അത് പ്രസിദ്ധീകരിക്കാം. തർക്കമുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കി വോട്ട് ചേർക്കാം. ഡിസംബർ 18 വരെ SIR കാലാവധി ഉണ്ട്. 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഡിസംബർ മുതൽ ജനുവരി വരെ 1 മാസം സമയം, 22-ാം തീയതി വരെ എതിർപ്പ് അറിയിക്കാം. ഫെബ്രുവരി 14 വരെ ഹിയറിങ്ങും പരിശോധനയും നടത്തി ഫെബ്രുവരി 21-ന് ശേഷമായിരിക്കും അന്തിമ വോട്ടർ പട്ടികയിലേക്ക് കടക്കുന്നത്. അതുവരെ ഏത് തരത്തിലുള്ള വിയോജിപ്പും കൃത്യമായി രേഖപ്പെടുത്താനായി സാധിക്കും. ഒരു തരത്തിലുള്ള ആകുലതകളുടെ ആവശ്യം ഇവിടെ നിലനിൽക്കുന്നില്ല. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അതിശക്തമായി ഇതിനെ എതിർക്കുന്നത്, ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നവർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരട്ട വോട്ട് 1 ലക്ഷത്തിനധികം, 1.5 ലക്ഷത്തിനോടടുത്ത്, മരിച്ചവരാകട്ടെ ഏകദേശം 6 ലക്ഷത്തോളം വരുന്നു. ശരി, എന്നാൽ ഏതാണ്ട് 18 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നടപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ നടത്തുന്നതെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൂടാതെ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാനായി വിസമ്മതിച്ചവർ നിരവധിയുണ്ട് എന്ന് കമ്മീഷൻ പറയുന്നു. അതിനെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും സമീപകാല വാർത്തകൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. BLOമാരെ ഭീഷണിപ്പെടുത്തിയതും മർദ്ദിച്ചതുമായിട്ടുള്ള കേസ് നമുക്ക് മുന്നിലുണ്ട്. SIRനെ ശക്തമായി വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ, പ്രത്യേകിച്ചും രാഷ്ട്രീയ ചേരിതിരിവുള്ളവരൊക്കെ ഇതിനെ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന രീതിയിൽ നോക്കിക്കാണുന്നില്ല. ഇങ്ങനെയൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2.5 കോടിയോളം 2.25 കോടിയോളം വരുന്ന വോട്ടർമാരിൽ 10% ആളുകളെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതില്ലാതാകുന്നു. അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല എന്നാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ലീഗ് നേതാവ് മുഹമ്മദ് ഷാ പറയുന്നത്. വോട്ടർ പട്ടികയിലെ 10% പേര് ഇല്ലാതാകുന്നു. ഒഴിവാക്കപ്പെടുന്നവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിക്കണം. അതിൽ അപേക്ഷ സ്വീകരിച്ച് അവരെ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഈ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം. ഒരു ക്യാമ്പയിൻ നടത്തി യോഗ്യതയുള്ള പരമാവധി ആളുകളെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തണമെന്നുള്ള ആവശ്യവും ന്യായമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ളത് അറിയേണ്ടതാണ്. യോഗ്യതയില്ലാത്തവരെ എന്തു തന്നെ സംഭവിച്ചാലും ഇതിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് SIR നടത്തുന്നത്. എന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ കള്ളവോട്ടിടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരും മുന്നോട്ട് വരരുത് എന്നുകൂടി BJP നേതാക്കളും പറയുന്നുണ്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച നടപടിക്രമമാണ് വോട്ടർ പട്ടികയുടെ സമഗ്രമായ പുതുക്കലായിട്ടുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന SIR. യോഗ്യരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അയോഗ്യരായ ആരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുക. വോട്ടർമാരെ ചേർക്കുന്നതിലും ഒഴിവാക്കുന്നതിലും പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുക. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ്, ഈ 3 കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് SIRലൂടെ നോട്ടപ്പെടുന്നത്.